ഇന്ന് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലയിടത്തൊക്കെ ഇതിനെ കൊഞ്ചുകറി എന്ന് പറയാറുണ്ട്. പക്ഷെ കൊച്ചിയിലുള്ളവർ ഈ വലിപ്പത്തിലുള്ളതിനെ ചെമ്മീൻ എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യം ചെമ്മീൻ നല്ലപോലെ തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി ഒരു ചട്ടിയിൽ എടുക്കണം. ചെമ്മീൻ കൂടാതെ ഈ കറി ഉണ്ടാക്കുവാനായി 2 മുരിങ്ങക്കായ, ഒരു പകുതി പച്ചമാങ്ങ, 4 മുതൽ 5 വരെ പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇവയും കൂടി ആവശ്യമാണ്. ചക്കക്കുരുവും കൂടി ചേർക്കുകയാണെങ്കിൽ ഈ കറിയുടെ രുചി പറഞ്ഞറിയിക്കാൻ പ്രയാസമാകും. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി കഴുകിയ ചെമ്മീൻ സ്റ്റവിൽ വെച്ച് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വേവിക്കുക. ചക്കക്കുരു ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചെമ്മീനോടൊപ്പം ചേർത്ത് വേവിക്കാവുന്നതാണ്. ഈ കറിയിൽ പച്ചമുളകിന്റെ എരിവാണ് കൂടുതലായി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രം കറിയിലിട്ടത്. ഇനി ചെമ്മീൻ നല്ലപോലെ വെന്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും പച്ചമുളകും ചേർത്ത് കൊടുത്ത് മുരിങ്ങക്കായ 1/4 വേവാകുന്നത് വരെ അടച്ച് വേവിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമാങ്ങ ചേർത്ത ശേഷം ഒരു 5 മിനിറ്റോളം അടച്ച് വേവിച്ചാൽ മതിയാവും. മാങ്ങ കൂടി വെന്ത് വരുമ്പോൾ 1/4 കപ്പ് തേങ്ങയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നല്ലപോലെ അരച്ച് ചെമ്മീൻ കൂട്ടിനോടൊപ്പം ചേർക്കുക. അതിനുശേഷം കറി നല്ലപോലെ തിളച്ചു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി നല്ലപോലെ മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് ചട്ടിയിലെ ചെമ്മീൻ കറിയിലോട്ട് ഒഴിച്ച് ഇളക്കി അടച്ചു വെക്കുക. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ്. ഈ കറി കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് മിക്സി കഴുകി ഒഴിക്കുമ്പോൾ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.